ഹായ് നമസ്കാരം. ഞാൻ വിൽസ്വരാജാണ്. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നൊരു വിഷയം ലോകത്തെ മൊത്തം പിടിച്ചുകുലുക്കിയ ഒരു മഹാസംഭവമായിരുന്നു കൊറോണ. അതിനുശേഷം എല്ലാവരും വാക്സിൻ സ്വീകരിക്കുകയും അതിനുശേഷം ഇപ്പോൾ വാക്സിൻ കമ്പനി തന്നെ, ഞാൻ പറഞ്ഞതല്ല, ഈ വാക്സിൻ കമ്പനി തന്നെ ഇതിൻ്റെ പാർശ്വഫലങ്ങൾ ഉള്ളതുകൊണ്ട് അതിനെ പിൻവലിച്ചിരിക്കുന്നവർ പറയുകയുണ്ടായി. വാക്സിനെക്കുറിച്ച് വിദഗ്ധരായ ഡോക്ടർമാരും മറ്റു മാധ്യമങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. മുന്നോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ലക്ഷ്യമിടേണ്ട ഒരു കാര്യം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുവാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം, ഇതിന് ശേഷം വാക്സിൻ സ്വീകരിച്ചതിന് ശേഷം എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾക്ക് കണ്ടമാനം ശ്വാസം മുട്ടൽ, ഒരിക്കലും ശ്വാസം മുട്ടലും പ്രയാസമൊന്നും ഇല്ലാത്ത നല്ല മിടുക്കന്മാരായ എൻ്റെ സുഹൃത്തുക്കൾക്ക് ശ്വാസം മുട്ടൽ നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും, അങ്ങനെ കുടുംബജീവിതം നയിക്കുന്നവർക്ക് പുറത്ത് പറയാൻ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറയുകയുണ്ടായി. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുവാൻ പ്രധാനപ്പെട്ട കാര്യം, ഇതിലേക്ക് ഞാൻ മുതിരാൻ കാരണം വെച്ചാൽ കലാകാരന്മാരെ ഞങ്ങൾ കൂടുതൽ ശരീരം വേർക്കാതെ തന്നെ ഒത്തിരി എക്സസൈസൊന്നും ചെയ്യാതെ ഞങ്ങളുടെ ജോലി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ കലാകാരന്മാർ. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് കീബോർഡ് വായിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം ലോകപ്രശസ്തനായ ഒരു കീബോർഡിസ്റ്റാണ്. അദ്ദേഹത്തിന് ശ്വാസം നിന്നു പോകാൻ, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ ഭാര്യയുമായിട്ടുള്ള റിലേഷനിൽ പല പ്രാവശ്യം ശ്വാസം നിന്നു പോകാൻ ഇടയായി തീർന്നു. അപ്പോൾ എന്നെ വിളിച്ച് അദ്ദേഹം അറിയിക്കുകയും, അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇതോടൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ 3 കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം വെച്ചാൽ, രാവിലെ എണീക്കുമ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ചായയും കാപ്പിയൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പച്ചമഞ്ഞൾ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി മഞ്ഞൾ മേടിച്ച് പൊടിപ്പിച്ചായിരിക്കണം, കടയിൽ നിന്ന് മേടിക്കുന്ന പൗഡർ ആയിരിക്കരുത്. നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം, പച്ചമഞ്ഞൾ ഒത്തിരി വേണ്ട, കുറച്ച് മതി, അത് നമ്മൾ ഡെയിലി രാവിലെ കുടിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീടുകളിലെ മുറ്റത്ത് ചെറിയ കുഞ്ഞു മിറ്റിൽ നിരത്തുക. ഒരു 10-25 മീറ്റർ, കുറച്ചുള്ളതെങ്കിലും കുഴപ്പമില്ല. നമ്മൾ മിറ്റ് നിരത്തിയിട്ട് അതിനകത്തൂടെ നടക്കുക, ചെരുപ്പിടാതെ നടക്കണം. ഈ ഭൂമിയായിട്ട് ബന്ധമില്ലാതായപ്പോഴാണ് ഏറ്റവും വലിയ മനുഷ്യൻ്റെ കുഴപ്പം. കാരണം വെച്ചാൽ പ്രതിരോധശേഷി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഒരു ചെറിയ ജലദോഷം വന്നാൽ പോലും ഒന്ന് മൂക്ക് ചീറ്റി കളയാനൊന്നും നമ്മൾ ആരും തയ്യാറില്ല. നമ്മൾ അന്നേരം മരുന്ന് മേടിച്ച് നമ്മൾ അതിനെ ഒതുക്കും. അതൊക്കെയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ സംഭവിച്ച കാര്യം. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെരുപ്പിടാതെ നമ്മൾ ഡെയിലി അരമണിക്കൂർ നമ്മൾ നടക്കണം. അരമണിക്കൂർ ചെരുപ്പിടുകയേ ചെയ്യരുത്. മിറ്റിനകത്തൂടെ നമ്മൾ അരമണിക്കൂർ നടക്കുക. 2. മൂന്നാമത്തെ കാര്യം, ഒരു ഏലക്ക എടുക്കുക. ഏലക്ക എന്ന് പറഞ്ഞാൽ ഒറ്റ ഏലക്ക, ഒരു ഏലക്ക കുരു കേട്ടോ, ഒരു ഏലക്ക. ഇതിനകത്ത് ചിലപ്പോൾ ഒരു 7-8 കുരു കാണും മാക്സിമം. ഈ 7 കുരു ഒരു മാസം കൊണ്ടേ കഴിച്ച് തീർക്കാവുള്ളൂ. ഒറ്റ മാസം എടുക്കണം. പെട്ടെന്ന് കഴിക്കരുത്. ഒരു ഏലക്ക കെട്ടി മൊത്തം എടുത്ത് കഴിക്കരുത്. അതിനകത്ത് 5-6 ഒരു 7 കുരു കാണും. അത് ഒരു മാസം കൊണ്ട് വേണം കഴിച്ച് തീർക്കാൻ. നിങ്ങൾ ഇത് ഡെയിലി ചെയ്യുക. മഞ്ഞളും ഞാൻ പറഞ്ഞ നടക്കുന്ന കാര്യം ഇതൊരിക്കലും ഒഴിവാക്കരുത്. ഇതിന് മഞ്ഞളുടെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശ്വാസം മുട്ടൽ കംപ്ലീറ്റ് മാറും. ഒരു കലാകാരൻ എന്നല്ല എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം വെച്ചാൽ അലർജിയും, കണ്ടമാനം അലർജി ആയിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര തുമ്മലും, ആ സാധനം കംപ്ലീറ്റ് മാറിപ്പോകും നമ്മളിൽ നിന്ന്. അത് നമ്മുടെ ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഈ മഞ്ഞൾ സംഭവം കഴിക്കുക, ഈ നടക്കുക. ഏലക്ക ഒരു മാസം കഴിക്കുക, പിന്നെ ഒരു 2 മാസം കഴിഞ്ഞ് കഴിച്ചാലും കുഴപ്പമില്ല. 2 മാസം ഇടവേള ഇട്ട് കഴിച്ചാലും കുഴപ്പമില്ല. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇത് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം അനേകർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. എൻ്റെ സുഹൃത്തുക്കൾ അവർക്കെല്ലാം ഇപ്പം ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല. അവർ പറഞ്ഞ് എപ്പോഴും ഇവിടെ തങ്ങിയിരിക്കുന്ന ഒരു ഭാരം പോലെ, നമ്മളെ നെഞ്ചിന് താഴെയായിട്ട് ഒരു ഭാരം പോലെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, പ്രയാസമെന്ന് പറഞ്ഞത്. ഇപ്പം ആ ബുദ്ധിമുട്ട് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്ത സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും മാറി. അതുകൊണ്ടാണ് നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റുന്നതാണ്, എൻ്റെ ചാനലിലൂടെ എല്ലാവരും കാണാൻ വേണ്ടി എനിക്ക് പറയാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് എൻ്റെ ചാനൽ. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുക. ഒന്നും കൊണ്ട് ഭാരപ്പെടേണ്ട, ധൈര്യമായിരിക്കുക. താങ്ക് യു വെരി മച്ച്.